येन भूतले स्वयं रूपगदामह्यं ददाति स्वपदान्तिकम् वन्देऽहं श्रीगुरो श्रीयुतापदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सहगणा रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधाकान्त नमोऽस्तुते सप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे. ഹരേ കൃഷ്ണ. എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ വായിക്കുന്നത് ഭഗവത്ഗീത യഥാരൂപം. ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണകൃപാമൂർത്തി യേശു ഭക്തിവേദാന്ത സ്വാമി ശീല പ്രഭുപാദ വിവർത്തനവും ഭാവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപത്തിലെ 2ാമത്തെ അധ്യായമാണ് നമ്മൾ വായിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഭഗവാൻ ഒരു വ്യക്തിയും ഒരു കാലത്തും ഇല്ലാതാകുന്നില്ല, എല്ലാ വ്യക്തികളും എല്ലാ കാലത്തും ഉള്ളതാണ്, ആരും ഒരിക്കലും നശിച്ചു പോകുന്നില്ല, ആരും ഒരിക്കലും ഇല്ലാതായി തീരുന്നില്ല എന്ന് അർജുന് പറഞ്ഞു കൊടുത്തു. ആരെങ്കിലും ഇല്ലാതായി പോകും, എന്റെ മുത്തച്ഛൻ മരിച്ചു പോകും എന്നൊക്കെ പറഞ്ഞ് അർജുനൻ കരഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ആരും ഒരിക്കലും ഇല്ലാതാകുന്നില്ല, ദേഹത്തിന് മാത്രമാണ് മാറ്റം സംഭവിക്കുന്നത്. ദഹിനോസ്മിനി യഥാ ദേഹേ കൗമാരം യൗവനം ജര തഥാ ദേഹാന്തര പ്രാപ്തിർ ധീരതത്ര നമുഹ്യതി. അവസാന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഒരു ജീവൻ, ഒരു വ്യക്തി അവന്റെ പഴയ ശരീരത്തിൽ നിന്ന് പുതിയൊരു ശരീരത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ദേഹാന്തര പ്രാപ്തിയാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ ജീവൻ ഒരിക്കലും നാശമില്ല, ഒരു വ്യക്തിക്കും ഒരു നാശവുമില്ല. എല്ലാവരുടെ വ്യക്തിത്വവും ബോധവും ആഗ്രഹവും ഒക്കെ അതേപടി തന്നെ മരണശേഷവും നിലനിൽക്കും. ദേഹത്തിന് മാത്രമേ മാറ്റമുള്ളൂ. ദേഹമാണ് മാറ്റത്തിന് വിധേയമായിട്ടുള്ളത്. ദേഹത്തിന് മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കും. കൗമാരം യൗവനം ജന ഇതൊക്കെ ദേഹത്തിന് സംഭവിക്കുന്നതാണ്. ദേഹിക്കെന്താണ് സംഭവിക്കുന്നത്? ദേഹാന്തരപ്രാപ്തി, വേറൊരു ശരീരത്തിലേക്ക് ദേഹി അല്ലെങ്കിൽ ആ വ്യക്തി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരീരത്തിന്റെയും ദേഹത്തിന്റെയും വ്യത്യാസം മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തി ഒരിക്കലും ദേഹാന്തര പ്രാപ്തിയെ കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ധീരസ്തത്ര ന മുഹ്യതി. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഭഗവാൻ ധീരൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ശരീരവും ജീവാത്മാവും തമ്മിലുള്ള വ്യത്യാസം ശരിക്കും മനസ്സിലാക്കി ശരീരം മാത്രമാണ് ഇല്ലാതായി പോകുന്നത്, ജീവൻ ഒരിക്കലും ഇല്ലാതായി പോകുന്നില്ല, ഞാൻ ഒരിക്കലും ഇല്ലാതായി പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയ വ്യക്തി മരണസമയത്തും അദ്ദേഹത്തിന് യാതൊരു ദുഃഖവുമില്ല. കാരണം ഞാൻ മരിക്കുന്നില്ല എന്ന് അവർക്ക് പൂർണ്ണ ബോധ്യം വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഭഗവാൻ ധീരൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ജ്ഞാനം കിട്ടുന്നത് അത്ര എളുപ്പമല്ല. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് തിയററ്റിക്കലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ആ ഒരു ബോധം യഥാർത്ഥത്തിൽ അത് സത്യമാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് തപസ്യ അനുഷ്ഠിക്കണമെന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്.
എന്താണ് തപസ്യ എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. സുഖത്തിലും ദുഃഖത്തിലും ഒരേപോലെ നിൽക്കണമെന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. മാത്ര സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖത ആഗമ പായിനോ അനിത്യ നാം തിരിച്ചസ്വ ഭാരത. ഈ തിരിച്ചയുള്ളവനായി മാറണം എന്നാണ് ഭഗവാൻ പറഞ്ഞത്. തിദിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹനശക്തിയാണ്. സുഖം വരുന്ന സമയത്തും ദുഃഖം വരുന്ന സമയത്തും നമ്മുടെ കടമകളൊന്നും ഉപേക്ഷിക്കാതെ, ആ സാഹചര്യത്തിനെ കുറിച്ച് വേവലാതിപ്പെടാതെ കടമകൾ നിറവേറ്റി, ഭൗതികവും ആത്മീയമായിട്ടുള്ള കടമകൾ നിറവേറ്റി മുന്നോട്ട് പോകുന്നതിനെയാണ് തിദിക്ഷ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. സഹനശക്തി. സുഖം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും വ്യതയൊന്നുമില്ലാതെ, വേവലാതികളൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നതിനെയാണ് തിദിക്ഷ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ തിദിക്ഷയോടുകൂടി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു യഥാർത്ഥ ജ്ഞാനം നമ്മൾക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. ഞാൻ ഒരിക്കലും ഇല്ലാതാകുന്നില്ല എന്ന് നമ്മൾക്ക് ബോധ്യപ്പെടും. അത് സത്യമാണ് എന്ന് ഭഗവാൻ ബോധ്യപ്പെടുത്തി തരും, അനുഭവത്തിലൂടെ ബോധ്യപ്പെടുത്തി തരുമെന്നാണ് പറയുന്നത്. അങ്ങനെ ബോധ്യപ്പെട്ടാൽ, അങ്ങനെ ഒരു ധീരനായിട്ട് ഇരുന്നാൽ, സുഖത്തിലും ദുഃഖത്തിലും ഒരേപോലെ ഇരുന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഉണ്ടാവുന്ന പ്രയോജനം എന്താണ് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. 15ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, ഒരു ധീരൻ എന്താണ് സംഭവിക്കുന്നത്? യം ഹിന വിധേയന്തേതേ പുരുഷം പുരുഷർഷഭ സമദുഃഖ സുഖം ധീരം സോ അമൃതത്വായ കൽപ്പതേ. അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ സുഖത്തെക്കുറിച്ചും ദുഃഖത്തെക്കുറിച്ചും ഒന്നും ആവലാതിയും വേവലാതിയും പരാതിയും ഒന്നുമില്ലാതെ, സുഖം വരുന്ന സമയത്ത് അത് ഭഗവാന്റെ കാരുണ്യമാണെന്ന് മനസ്സിലാക്കുന്നു, ദുഃഖം വരുന്ന സമയത്ത് അതെന്റെ കർമ്മഫലമാണ് എന്ന് മനസ്സിലാക്കി പരാതിയൊന്നുമില്ലാതെ, അതിനെക്കുറിച്ച് ആവലാതിപ്പെടാതെ വേവലാതിപ്പെടാതെ ഇരിക്കുകയാണെങ്കിൽ, ഭഗവാനെ കുറ്റം പറയാതെ എല്ലാം ഭഗവാന്റെ ഇച്ഛയാണ് എന്ന് മനസ്സിലാക്കി ഇരിക്കുകയാണെങ്കിൽ, അങ്ങനെ ജീവിതകാലം മുഴുവൻ ഇരിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് എന്താണ് ലഭിക്കുന്നത് എന്നാണ് ഈ 15ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. യം ഹിന വിധേയന്തേതേ പുരുഷം പുരുഷർഷഭ സമദുഃഖ സുഖം ധീരം സോ അമൃതത്വായ കൽപ്പതേ എന്നാണ് പറയുന്നത്. നമുക്ക് വായിച്ചു നോക്കാം. വിവർത്തനം ഭാവാർത്ഥം വായിക്കാം. അതിലെന്താണ് പറഞ്ഞത് നോക്കാം, അതിനുശേഷം ഡിസ്കസ് ചെയ്യാം. 15ാമത്തെ ശ്ലോകം വായിച്ചോളൂ, 2ാമത്തെ അധ്യായം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ലീലാമ്മ മാതാജി വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. യം ഹീന വിധയന്തേതേ പുരുഷം പുരുഷർഷഭാം സമദുഃഖ സുഖം ധീരം സ്വ അമൃതത്വായ കൽപ്പതേ. വിവർത്തനം. അല്ലയോ നരോത്തമ അഥവാ അർജുന, സ്വദുഃഖങ്ങളാൽ അസ്വസ്ഥനാകാതെ രണ്ടിലും സമനില കൈവിടാത്ത വ്യക്തി നിശ്ചയമായും മോക്ഷപ്രാപ്തിക്ക് അർഹനാണ്. വാർത്തം. ജയിച്ചില്ല പ്രഭു. ആത്മസാക്ഷാത്കാരത്തിന്റെ ഔന്നത്യം കൈവരിക്കാനുള്ള നിശ്ചയദാർഢ്യമുള്ളവനും സുഖദുഃഖങ്ങളെ ഒരുപോലെ സഹിക്കാൻ കഴിവുള്ളവനുമായ ഒരു വ്യക്തി തീർച്ചയായും മുക്തിക്ക് അർഹനാണ്. വർണ്ണാശ്രമ വ്യവസ്ഥയിൽ നാലാമാശ്രമമായ സന്യാസം ക്ലേശഭരിതമായ ഒരവസ്ഥയാണ്. എങ്കിലും ജീവിതത്തിന് പരിപൂർണത കൈവരുത്തണമെന്ന കാര്യമായി ആഗ്രഹിക്കുന്നവർ ആ ക്ലേശങ്ങളെ വകവയ്ക്കാതെ സന്യാസം സ്വീകരിക്കുക തന്നെ ചെയ്യും. ഭാര്യാപുത്രാദികളോടുള്ള ഗാർഹിക ബന്ധങ്ങളെ വിച്ഛേദിക്കുന്നതിലാണ് ഏറ്റവും അധികം പ്രയാസം നേരിടുക. അത്തരം ക്ലേശങ്ങളെയും സഹിക്കാൻ കഴിയുമെന്നായാൽ തീർച്ചയായും അയാളുടെ ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള വഴി പൂർണ്ണമായി കുടുംബ ബന്ധമുള്ളവരോടോ മിത്രങ്ങളോടോ പൊരുതുന്നത് പ്രയാസമുള്ള കാര്യമാണെങ്കിലും വ്യക്തിയിൽ എന്ന നിലയിൽ തനിക്ക് ചെയ്യേണ്ട കർമ്മത്തിൽ ഉറച്ചു നിൽക്കണമെന്നാണ് കൃഷ്ണൻ അർജുനനോട് പറയുന്നത്. ശ്രീ ചൈതന്യ മഹാപ്രഭു 24ാം വയസ്സിൽ സന്യാസം സ്വീകരിച്ച് വൃദ്ധയായ മാതാവിനും ഇളം പ്രായത്തിലുള്ള പത്നിക്കും അദ്ദേഹമല്ലാതെ ഒരാശ്രയമുണ്ടായിരുന്നില്ല. എന്നിട്ടും ഉത്കൃഷ്ടമായൊരു ലക്ഷ്യം മുൻനിർത്തി അദ്ദേഹം സന്യാസം കൈക്കൊണ്ടു. തന്റെ ഉത്കൃഷ്ടമായ കർത്തവ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടേയിരുന്നു. ഇതാണ് ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് മുക്തി നേടാനുള്ള വഴി.
ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ലീലമ്മ മാതാജി. ഹരേ കൃഷ്ണ. യം ഹിന വിധേയം ദേദേ പുരുഷം പുരുഷർഷഭ സമദുഃഖ സുഖം ധീരം സോ അമൃതത്വായ കൽപ്പതേ. അപ്പോൾ ഭഗവാൻ ഇവിടെ പറയുന്നത്, അങ്ങനെ നമ്മള് തിദിച്ഛയോടുകൂടി ആരോടും പരാതിയില്ലാതെ, നമ്മളിപ്പോൾ അനുഭവിക്കുന്നത് നമ്മുടെ കർമ്മഫലമാണ്. നമ്മൾ എന്തെങ്കിലും സുഖസൗകര്യങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇരിക്കുകയാണെങ്കിൽ ആ വ്യക്തിയാണ് ഭഗവാൻ ധീരൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ വ്യക്തി ഒരിക്കലും തന്റെ പരിതസ്ഥിതികളെ കുറിച്ച്, തന്റെ അവസ്ഥയെക്കുറിച്ച് വേവലാതിപ്പെടുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. യം ഹിന വ്യഥയന്തിയേതേ, അദ്ദേഹത്തിന് ദുഃഖമില്ല. കാരണം എന്താണ്? അദ്ദേഹത്തിന് ഭഗവാനെ കുറിച്ച് മനസ്സിലായിട്ടുണ്ട്. അല്ല, ഇവിടെ ശീലപ്രഭാതർ പറയുന്നുണ്ട്, ആത്മസാക്ഷാത്കാരത്തിന്റെ ഔന്നത്യം കൈവരിക്കാനുള്ള നിശ്ചയദാർഢ്യമുള്ളവനും സുഖദുഃഖങ്ങളെ ഒരുപോലെ സഹിക്കാൻ കഴിയുന്നവനുമായ ഒരു വ്യക്തി തീർച്ചയായും മുക്തിക്ക് അർഹനാണ്. അപ്പോൾ ആത്മസാക്ഷാത്കാരത്തിന്റെ ഔന്നത്യം കൈവരിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് തിദിക്ഷയുള്ളവനായിരിക്കണം എന്നാണ് പറയുന്നത്. എന്താണ് ആത്മസാക്ഷാത്കാരത്തിന്റെ ഔന്നത്യം എന്ന് പറയുന്നത്? എന്താണ് ഏറ്റവും വലിയ അറിവ് എന്ന് പറയുന്നത്? അത് 7ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. നമ്മൾ എല്ലാവിധ അറിവുകളും നേടി ഏറ്റവും ഉന്നതമായിട്ടുള്ള അറിവ് എന്താണ്, ഏറ്റവും അവസാനം നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് എന്ന് 7ാമത്തെ അധ്യായത്തിൽ 19ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. അല്ലെ, എന്താണ് അവിടെ പറയുന്നത്? ബഹൂനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ വാസുദേവ സർവമിതി സമഹാത്മാ സുദുർലഭ. ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷം ജ്ഞാനം പൂർണ്ണമാകുന്ന സമയത്ത്, ആ വ്യക്തിക്ക് ഏറ്റവും ഉയർന്ന ആത്മസാക്ഷാത്കാരം ലഭിക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് മനസ്സിലാകും. എന്ത് മനസ്സിലാകും? വാസുദേവ സർവമിതി. വാസുദേവ സർവമിതി. ഭഗവാൻ വാസുദേവന്റെ കാരുണ്യത്താലാണ് ഈ ലോകം മുഴുവൻ നിലനിൽക്കുന്നത്. അല്ലാതെ എന്റെ ശക്തി കൊണ്ടല്ല. ഭഗവാന്റെ കാരുണ്യമാണ്. ആരുടെ കാരുണ്യമാണ്? ഭഗവാൻ വാസുദേവന്റെ കാരുണ്യമാണ് എല്ലാം എന്ന് ഒരു വ്യക്തിക്ക് മനസ്സിലാവും. എപ്പോഴാണ് മനസ്സിലാകുന്നത്? ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷം, ഒരുപാട് ജന്മത്തിലെ ജ്ഞാനാർജനത്തിന് ശേഷം. ആദ്യത്തെ ജന്മത്തിൽ നമ്മൾക്ക് മനസ്സിലാവുന്നില്ല. ആദ്യത്തെ മനുഷ്യജന്മത്തിലൊന്നും കൃഷ്ണനെ കുറിച്ച് മനസ്സിലാകുന്നില്ല എന്നാണ് പറയുന്നത്. ഒരുപാട് ജന്മത്തിലെ ശുദ്ധീകരണത്തിന് ശേഷം ഗീതയിൽ പറയുന്നുണ്ട്, ഒരു വ്യക്തിയുടെ പാപങ്ങളൊക്കെ തീരുന്ന സമയത്താണ് ആ വ്യക്തിക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള ജ്ഞാനം ലഭിക്കുന്നത് എന്ന് പറയും. ഭഗവാനെ കുറിച്ച് കേൾക്കാനുള്ള ഭാഗ്യം, ഭഗവാൻ ശ്രീകൃഷ്ണനാണ് പരമപുരുഷൻ എന്ന് മനസ്സിലാകുന്നത് എപ്പോഴാണ്? യേശാം ദ്വന്ദ്ഗതം പാപം ജനാനാം പുണ്യകർമ്മണ തേ ദ്വന്ദ്മോഹ നിർമുക്ത ഭജന്തേ മാം ദൃഢവ്രത. ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ പൂർവജന്മത്തിലുള്ള എല്ലാ പാപങ്ങളും തീരുന്ന സമയത്താണ് ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഭഗവാനിൽ വിശ്വാസം ഉണ്ടാകുന്നത് എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ഒരു വ്യക്തി നിശ്ചയദാർഢ്യമുള്ളവനും സുഖദുഃഖങ്ങൾ സഹിക്കാൻ സാധിക്കുന്നവനുമായിരിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള വ്യക്തിക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കിയാൽ എന്ത് സംഭവിക്കും? സോ അമൃതത്വായ കൽപ്പതേ. ആ വ്യക്തിക്ക് അമൃതത്വം ഉണ്ടാകും. അമൃതത്വം എന്നാണ് ഭഗവാൻ പറയുന്നത്. അമൃതത്വം എന്നാണ്. മൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൃതത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കുക, മരിക്കുന്ന അവസ്ഥ അല്ലെ? അതാണ് ഇപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളത്, മൃതത്വം. മരിക്കാൻ ഉള്ള വിധിയുള്ളവരാണ് എല്ലാവരും. എല്ലാവരും മരിക്കും.
ഭൗതിക ലോകത്തിലുള്ള എല്ലാവരും മരിക്കുമെന്നാണ് ഭഗവാൻ പറയുന്നത്. ജാതസ്യ ഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മം പ്രദർശന. ആരൊക്കെയാണോ ലോകത്തിൽ ജനിച്ചിട്ടുള്ളത് അവരെല്ലാവരും മരിക്കും. ഇതാണ് ഭഗവാന്റെ നിയമം. ഒരാളും മരിക്കാതിരിക്കുന്നില്ല. അല്ലെ, നമ്മൾക്ക് നോക്കിയാൽ മനസ്സിലാവില്ല എല്ലാവരും മരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്കറിയില്ല എല്ലാവരും മരിക്കുന്നുണ്ടോ. പക്ഷെ ഭഗവാൻ പറയുന്നു ജാതസ്യ ഹി ധ്രുവോ മൃത്യു. ആരൊക്കെയാണോ ഇവിടെ ജനിച്ചിട്ടുള്ളത് അവരെല്ലാവരും മരിക്കും. അല്ലെ, യമരാജന്റെ കണക്കിൽ നിന്ന് ആരും വിട്ടുപോകുന്നില്ല, ഒരാളും മിസ്സായി പോകുന്നില്ല. എല്ലാവരും മരിക്കുമെന്നാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാൻ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, മരിച്ചവരെല്ലാവരും ജീവിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. മരിച്ചവരെല്ലാവരും അടുത്ത ശരീരം എടുക്കുകയും ചെയ്യും. വ്രതം ജന്മ ജാതസ്യ ഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മ വ്രതസ്യ ജ. മരിച്ചവർ അടുത്ത ശരീരം എടുക്കുകയും ചെയ്യും. ഇതാണ് പ്രകൃതിയുടെ നിയമം എന്നാണ് പറയുന്നത്. ഇത് ഭൗതിക ലോകത്തിൽ ജനിക്കുകയും മരിക്കുകയും ചെയ്യുക സാധാരണമാണ്, സ്വാഭാവികമാണ്. പക്ഷെ ഇവിടെ ഭഗവാൻ എന്ന് പറയുന്നു സ്വ അമൃതത്വായ കൽപ്പതേ. ആ വ്യക്തിക്ക് അമൃതത്വം കിട്ടുമെന്നാണ് പറയുന്നത്. മരിക്കാത്ത അവസ്ഥ അതിലെത്തിച്ചേരാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഇത് സാധാരണ നമ്മൾ കേൾക്കാത്ത ഒരു കാര്യമാണ്. മരിക്കാത്ത അവസ്ഥ എന്നൊന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ലോകത്തിൽ പരിചയമില്ല. എല്ലാവരും മരിക്കും, അതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഭഗവാൻ പറയുന്നു ഒരു വ്യക്തിക്ക് അമൃതത്വം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്, മരിക്കേണ്ടാത്ത അവസ്ഥ. അതെവിടെയാണ്? അത് മുക്തി നേടിക്കഴിഞ്ഞാലാണ്. ആത്മീയ ലോകത്തിലാണ് മരിക്കേണ്ടാത്ത അവസ്ഥ. ആത്മീയ ലോകത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇനിയൊരു ശരീരം എടുക്കേണ്ട ആവശ്യമില്ല. നിവർത്തന്തേ തദ്ധാമ പരമം. എന്റെ വസതിയിൽ എത്തിക്കഴിഞ്ഞാൽ, എന്റെ ലോകത്തിൽ എത്തിക്കഴിഞ്ഞാൽ തിരിച്ചു പിന്നെ ഒരു ശരീരം എടുക്കണ്ട. കാരണം അവിടുന്ന് മരിക്കുന്നില്ല, അവിടുന്ന് ഒരിക്കലും മരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് വീണ്ടും ജനിക്കേണ്ടിയും ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ അമൃതത്വം ലഭിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ പറഞ്ഞത് നമ്മൾ കുറച്ച് സഹനശീലമുള്ളവരായിരിക്കണം. ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് എന്ന് നമ്മൾക്ക് ബോധ്യമുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ പരാതി പറയുന്നില്ല, പരാതി പറയാതെ നമ്മൾ മുന്നോട്ട് പോകും. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മോക്ഷത്തിന് അർഹതയുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ജനിക്കേണ്ട ആവശ്യമില്ല. സോ അമൃതത്വായ കൽപ്പതേ എന്ന് പറയുന്നത്. അപ്പൊ ചില സമയത്ത് ഇത് ബുദ്ധിമുട്ടായിട്ട് തോന്നാം, പറയുമ്പോൾ എളുപ്പമായിട്ട് തോന്നാം. പക്ഷെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടായിട്ട് നമ്മൾക്ക് അനുഭവപ്പെടും. പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് എതിർപ്പുകൾ, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ സഹിക്കേണ്ടി വരും. അല്ലെ, നമ്മൾ പ്രഹ്ലാദ മഹാരാജാവിന്റെ കഥ കേട്ടിട്ടുണ്ട്. അവിടെ പ്രഹ്ലാദ മഹാരാജാവ് എന്താണ് തെറ്റ് ചെയ്തത്? അദ്ദേഹം ഭഗവാന്റെ നാമം ജപിച്ചു. ഭഗവാന്റെ നാമം ജപിച്ചതിന്റെ പേരിൽ ഒരുപാട് ദുരിതങ്ങൾ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടത്. അദ്ദേഹത്തിന്റെ അച്ഛൻ അദ്ദേഹത്തിനെ പല രീതിയിൽ കൊല്ലാൻ ശ്രമിച്ചു. ആനയെ കൊണ്ട് ചവിട്ടിച്ച് കൊല്ലാൻ നോക്കി, അല്ലെ, തീയിലിട്ട് ചുട്ടുകൊല്ലാൻ നോക്കി, വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കി. അമ്മയോട് വിഷം കൊടുക്കാൻ പറഞ്ഞു, അനിയത്തിയോട് തീയിലിരിക്കാൻ പറഞ്ഞു, സിമീക എന്ന് പറഞ്ഞിട്ട്. അതേപോലെ വലിയ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ട് എറിഞ്ഞു കൊല്ലാൻ നോക്കി. പാമ്പിന്റെ കൂട്ടിലിട്ട് പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് കൊല്ലാൻ നോക്കി. മതയാനയെ കൊണ്ട് ചവിട്ടി കൊല്ലാൻ ശ്രമിച്ചു. പക്ഷേ പ്രഹ്ലാദൻ എന്ത് ചെയ്തു? ഇവിടെ ഭഗവാൻ പറഞ്ഞതുപോലെ താം തിദിക്ഷസ്വ ഭാരത, അതിലൊന്നും ഭയപ്പെടാതെ, ഇതെല്ലാം ഭഗവാൻ അറിഞ്ഞുകൊണ്ട് സംഭവിക്കുന്നതാണ്. ഭഗവാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും മരിച്ചു പോകും. ഭഗവാൻ സംരക്ഷിക്കാൻ, ഭഗവാൻ എന്നെ രക്ഷിക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇതെല്ലാം ഭഗവാന്റെ ഒരു പ്രവർത്തനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രഹ്ലാദ മഹാരാജാവ് ആ ഭഗവാന്റെ പാദത്തിൽ ഉറച്ചു നിന്നു. അതിനാണ് തിദിക്ഷ എന്ന് പറയുന്നത്. ഭഗവാനിൽ വിശ്വസിച്ചുകൊണ്ട് ഉറച്ചു നിൽക്കുന്നതാണ്. അങ്ങനെ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് പിന്നെ പുനർജന്മം എടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. സോ അമൃതത്വായ
കൽപ്പതയെ, ആ വ്യക്തിക്ക് അമൃതത്വം ലഭിക്കും, ആത്മീയ ശരീരം ലഭിക്കും. ആത്മീയ ശരീരം ഒരിക്കലും നശിച്ചു പോകുന്നതല്ല, മരിക്കാത്ത ശരീരമാണ് ആത്മീയ ശരീരം. ദേവന്മാരുടെ ശരീരം പോലും നശിച്ചു പോകും. ദേവന്മാർക്ക് ഒരു പരിധി വരെ മാത്രമേ അമരത്വമുള്ളൂ. അവർ അമരന്മാരാന്ന് പറയും, പക്ഷെ അവർക്കും നാശമുണ്ട് അല്ലേ. ഒരു പരിധി വരെ മാത്രമേ അവർക്ക് നിൽക്കാൻ സാധിക്കൂ. ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. അവരുടെ പുണ്യം തീരുന്ന സമയത്ത് അവർക്ക് ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു വരണമെന്നാണ് പറയുന്നത്. അപ്പൊ ദേവന്മാര് അമരന്മാരെന്ന് പറയുന്നുണ്ടെങ്കിലും അവർ മരിക്കാത്ത ആളുകളല്ല. അവർക്കും അവരുടെ ആ ഒരു കാലാവധിയുണ്ട്. ആ കാലാവധി വരെ മാത്രമേ നിൽക്കാൻ സാധിക്കൂ. പക്ഷെ യഥാർത്ഥത്തിൽ മുക്തി ലഭിച്ചു കഴിഞ്ഞാൽ, ആത്മീയ ശരീരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മൃതത്വം ഉണ്ടാകുന്നില്ല, മരണം ഉണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി ചിലപ്പോൾ നമ്മൾ കുറച്ച് ക്ലേശമൊക്കെ സഹിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. പണ്ട് കാലത്ത് ഈ വർണ്ണാശ്രമ വ്യവസ്ഥയൊക്കെ അവർ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അവർക്ക് ഭഗവാനെ കുറിച്ച് അറിയാമായിരുന്നു. ഈ വർണ്ണാശ്രമ വ്യവസ്ഥയിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ, ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം, ഇതിലൂടെയൊക്കെ കടന്നുപോയി കഴിഞ്ഞാലേ അവർക്ക് മുക്തി കിട്ടുള്ളൂ എന്ന് അറിയാം. അതുകൊണ്ട് അവര് ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചൈതന്യ മഹാപ്രഭുവിന്റെ ഉദാഹരണം ഇവിടെ പറയുന്നുണ്ട്. ചൈതന്യ മഹാപ്രഭു സന്യാസം സ്വീകരിക്കുന്നതിന് വേണ്ടി, ഭഗവാന്റെ നാമം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി 24-ാമത്തെ വയസ്സിൽ അദ്ദേഹം സന്യാസം സ്വീകരിച്ചു. അദ്ദേഹത്തിന് പത്നി ഉണ്ടായിരുന്നു, വിഷ്ണുപ്രിയാദേവി എന്ന് പറഞ്ഞിട്ട് പത്നി ഉണ്ടായിരുന്നു, ചെറിയ കുട്ടി ഉണ്ടായിരുന്നു. ആ സമയത്ത് ഭഗവാൻ സന്യാസം സ്വീകരിച്ചു. അപ്പോൾ ചിലപ്പോൾ ഉയർന്ന ധർമ്മം അനുസരിക്കുന്നതിന് വേണ്ടി നമ്മൾ നമ്മുടെ സുഖ സൗകര്യങ്ങളൊക്കെ ഉപേക്ഷിക്കേണ്ടി വരും എന്നുള്ളതിന് ഒരു ഉദാഹരണം ചൈതന്യ മഹാപ്രഭു കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ചൈതന്യ മഹാപ്രഭുവിന്റെ പത്നിയും അതേപോലെ വലിയ ഭക്തയായിരുന്നു. അവര് ചൈതന്യ മഹാപ്രഭു പോയതിനു ശേഷം ചൈതന്യ മഹാപ്രഭുവിന്റെ വിഗ്രഹത്തിനെ ആരാധിച്ചുകൊണ്ടിരുന്നു. ഇപ്പോഴും നമ്മൾ പോയി കഴിഞ്ഞാൽ കാണാം നവദ്വീപില് അവിടെ ധാമേശ്വർ മഹാപ്രഭു എന്ന് പറഞ്ഞിട്ടുള്ള ഭഗവാന്റെ വിഗ്രഹമുണ്ട് വിഷ്ണുപ്രിയ ദേവിയുടെ വീട്ടില്. ഇവിടെ ഇപ്പോഴും നമ്മൾക്ക് അവിടെ പോവാം. വിഷ്ണുപ്രിയ ദേവിയുടെ വീട്ടിൽ പോയാൽ അവിടെ ധാമേശ്വർ മഹാപ്രഭുവിന്റെ വിഗ്രഹം കാണാൻ സാധിക്കും. അത് ചൈതന്യ മഹാപ്രഭു സന്യാസം സ്വീകരിച്ചതിന് ശേഷം വിഷ്ണുപ്രിയ ദേവി ആരാധിച്ചിരുന്ന വിഗ്രഹമാണ്. അപ്പൊ അന്നത്തെ കാലത്തൊക്കെ അവർക്ക് ഈ സന്യാസം സ്വീകരിക്കുന്നതിന്റെ പ്രാധാന്യം അറിയാം. വിഷ്ണുപ്രിയ ദേവി ഒരിക്കലും കംപ്ലൈന്റ് ചെയ്തില്ല, ഇദ്ദേഹം സന്യാസം സ്വീകരിച്ചു പോയി എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്തില്ല. ആ മഹാപ്രഭുവിനെ ഒരു വിഗ്രഹ രൂപത്തിൽ ആരാധിക്കുകയാണ് വിഷ്ണുപ്രിയ ദേവി ചെയ്തിട്ടുള്ളത്. വിഷ്ണുപ്രിയ ദേവി യഥാർത്ഥത്തിൽ സീതാദേവിയുടെ അവതാരമാണ്. അവിടെ ശ്രീരാമചന്ദ്ര ഭഗവാനും സീതാദേവിയും അന്ന് വനവാസ കാലത്ത് ഈ നവദ്വീപിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. നവദ്വീപിൽ ഒരു പ്രത്യേക ദ്വീപുണ്ട്, മോദദ്രുമ ദ്വീപ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദ്വീപ്. അവിടെ വന്നിരിക്കുന്ന സമയത്ത് ശ്രീരാമചന്ദ്ര ഭഗവാൻ നേരത്തെ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് പറയുന്നുണ്ട്. ഞാൻ സന്യാസം സ്വീകരിച്ച് നീ എന്റെ വിഗ്രഹം ആരാധിക്കും എന്നവിടെ അന്ന് തന്നെ പറയുന്നുണ്ട്, സീതാദേവിയോട് പറയുന്നത്. ശ്രീരാമചന്ദ്ര ഭഗവാന്റെ സമയത്ത് ശ്രീരാമചന്ദ്ര ഭഗവാൻ സീതാദേവിയുടെ വിഗ്രഹം ആരാധിച്ചിട്ടുണ്ടായിരുന്നു. സീതാദേവിയുടെ സ്വർണ്ണ വിഗ്രഹം ആരാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ജന്മത്തിൽ ചൈതന്യ മഹാപ്രഭുവായിട്ട് വരുന്ന സമയത്ത് ചൈതന്യ മഹാപ്രഭുവിന്റെ വിഗ്രഹം സീതാദേവി അല്ലെങ്കിൽ വിഷ്ണുപ്രിയ ദേവി ആരാധിക്കുമെന്ന് അന്ന് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ ചൈതന്യ മഹാപ്രഭു സന്യാസം സ്വീകരിച്ചു, എല്ലാവിധ ക്ലേശങ്ങളും സഹിച്ചു. അദ്ദേഹത്തിന്റെ പത്നിയും യാതൊരു പരാതിയുമില്ലാതെ നാമം ജപിച്ചുകൊണ്ട് കുറച്ചു മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ട് ബാക്കി സമയം മുഴുവൻ ഭഗവാന്റെ സേവനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി. അങ്ങനെ അവര് അവസാനം ഭഗവാന്റെ വിഗ്രഹത്തിൽ അലിഞ്ഞു ചേർന്നു എന്നാണ് പറയുന്നത്. അവസാനം ഭഗവാന്റെ വിഗ്രഹത്തിലേക്ക് തന്നെ തിരിച്ചുപോയി വിഷ്ണുപ്രിയ ദേവി. അപ്പോൾ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ചിലപ്പോൾ നമ്മൾ ചില പ്രയാസങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരാം. ഇപ്പോൾ കലിയുഗത്തില് വലിയ വലിയ പ്രയാസങ്ങളൊന്നും സ്വീകരിക്കാൻ നമ്മളോട് പറയുന്നില്ല. കലിയുഗത്തിൽ സന്യാസം സ്വീകരിക്കാൻ വേണ്ടി തന്നെ പറയുന്നില്ല.
അല്ലെ? ചൈതന്യ മഹാപ്രഭു 5 കാര്യങ്ങളാണ് കലിയുഗത്തില് നമ്മൾക്ക് മുക്തി കിട്ടുന്നതിനായിട്ട് അല്ലെങ്കിൽ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്നതിന് വേണ്ടി പറഞ്ഞു തരുന്നത്. 5 കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? ഒന്ന്, സത്സംഗം. നമ്മൾ സത്സംഗത്തിൽ തന്നെ ഇരിക്കണം. ഭഗവാനെ കുറിച്ച് കേൾക്കുന്ന സത്സംഗത്തിൽ തന്നെ ഇരിക്കണം. സാധുസംഗം. രണ്ടാമത്തത് ഭഗവത്ഗീത ഭാഗവത പാരായണം ചെയ്യണം. ദിവസവും ഭഗവത്ഗീത ഭാഗവതം പാരായണം ചെയ്യണം. മൂന്നാമത്തത് ദിവസവും ഭഗവാന്റെ നാമം ജപിക്കണം, അല്ലെ? നാലാമത്തത് ഭഗവാന്റെ ചിത്രം വെച്ച് ആരാധിക്കണം, അല്ലെങ്കിൽ വിഗ്രഹം വെച്ചിട്ട് ഭഗവാനെ ആരാധിക്കണം, ഭഗവാന് നിവേദ്യമൊക്കെ കൊടുക്കണം. അഞ്ചാമത്തേത് ഭഗവാന്റെ ജന്മസ്ഥലങ്ങളിലൊക്കെ സന്ദർശനം നടത്തണം. പറ്റുകയാണെങ്കിൽ അവിടെയൊക്കെ കുറച്ച് ദിവസം നോക്കണം. ദൈവത്തിലേക്കുള്ള തീർച്ചയായിട്ട് പറയുന്നത്, അല്ലാതെ സന്യാസം സ്വീകരിക്കാൻ പറയുന്നില്ല. കലിയുഗത്തിൽ നമുക്ക് വളരെ എളുപ്പമാണ്, അല്ലെ? ത്വം തിദിക്ഷസ്വ ഭാരത, സഹിക്കണം എന്ന് ഭഗവാൻ പറയുന്നുണ്ടെങ്കിലും ദൈവത്തിന് ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രാക്ടിക്കൽ ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. 5 കാര്യങ്ങൾ ABCD എന്ന് പറഞ്ഞ് നമ്മള് പറയാറുണ്ട്. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസോസിയേഷൻ, സാധുസംഗം. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് റീഡിങ്, ഭഗവത്ഗീത ഭാഗവതം റീഡിങ്. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാൻഡിങ്, നാമം ജപിക്കുന്നത്, ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുന്നത്. D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമ്മൾക്ക് തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. നമ്മൾ സന്യാസം എടുക്കേണ്ട ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കലിയുഗത്തിൽ വളരെ ഈസിയാണ്. ഈ 5 കാര്യങ്ങൾ എല്ലാവർക്കും വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, യെസ്. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു ശ്ലോകം വായിച്ചതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ.